വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യക്കെതിരെയുള്ള T20 മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിംബാബ്വെ ക്യാപ്റ്റൻ വാക് പോര് തുടങ്ങിയിരിക്കുന്നു. വാക് പാറ്റിലൂടെ ഇന്ത്യക്കുമേൽ ആധിപത്യം പുലർത്താൻ തന്നെയാണ് സിംബാബ്വെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ ശ്രമിക്കുന്നത്. നിലവിലെ ടീം ഇന്ത്യ ഞങ്ങളോട് തുല്യമായൊരു ടീം മാത്രമാണ്. അവരെ പരാജയപ്പെടുത്തൽ ഞങ്ങൾക്ക് എളുപ്പമാണ്. നിലവിൽ അയർലൻഡുമായിട്ടും ഇംഗ്ലണ്ടുമായിട്ടും പരമ്പര നഷ്ടപ്പെട്ടു വരുന്ന ടീം ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നുള്ളതാണ് സിക്കന്ദർ റാസ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഇംഗ്ലണ്ടിനെതിരെയും അയർലൻഡിനെതിരെയും ഉണ്ടായിരുന്ന ടീമിന്റെ ശക്തി പോലും നിലവിൽ ഞങ്ങൾക്കെതിരെ കളിക്കാൻ വരുന്ന സ്ക്വാഡിനില്ല എന്നും അയാൾ തീർത്തു പറയുന്നു. കൂടാതെ വേൾഡ് കപ്പിൽ സൂപ്പർ 8-ൽ ഞങ്ങളെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു കണക്ക് കൂടി തീർക്കാനുണ്ട്. അത് ഈ പരമ്പരയിൽ ഞങ്ങൾ സാധ്യമാക്കും എന്നു തന്നെയാണ് സിക്കന്ദർ റാസയുടെ നിലപാട്. ഇന്ത്യയുടെ ഇടതുകയ്യന്മാരായ ഓപ്പണർമാരെ പൂട്ടാനുള്ള തന്ത്രം ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അഭിഷേക് ശർമ്മയെയും വൈഭവ് സൂര്യവംശിയെയും കുറഞ്ഞ സ്കോറുകളിൽ പവർ പ്ലേയിൽ തന്നെ ഞങ്ങൾ വിക്കറ്റ് എടുക്കും. അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് സിക്കന്ദർ റാസ പറയുന്നത്. ബ്ലെസിംഗ് മുസറാബാനിയുടെ ബൗളിങ്ങിനെ അതിജീവിക്കാൻ ഇരുവർക്കും സാധ്യമാകില്ലെന്നും ബ്ലെസിംഗിന്റെ ബൗളിങ്ങിൽ വിക്കറ്റ് നേടിക്കൊണ്ട് മത്സരത്തിൽ പവർ പ്ലേയിൽ തന്നെ ആധിപത്യം പുലർത്തുമെന്നുമാണ് സിക്കന്ദർ റാസ കൂട്ടിച്ചേർക്കുന്നത്. തീർച്ചയായിട്ടും ബൗളിങ്ങിലെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് ബ്ലെസിംഗ് മുസറാബാനി. ബ്ലെസിംഗിന്റെയും റിച്ചാർഡിന്റെയും ബൗളിങ്ങിനെ അതിജീവിക്കൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് പ്രയാസമേറിയതായിരിക്കും എന്നുമാണ് സിക്കന്ദർ റാസ പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് ബ്ലെസിംഗിന്റെ കൃത്യതയാർന്ന ബൗളിംഗ്. പല ടീമിലെയും ബാറ്റർമാരുടെ ഉറക്കം കെടുത്തിയ ബൗളറായിരുന്നു ബ്ലെസിംഗ്. ആ ഒരു പ്രകടനം ഈ പരമ്പരയിൽ ആവർത്തിച്ചാൽ ഇന്ത്യൻ ബാറ്റർമാർ നന്നേ പാടുപെടേണ്ടി വരും. അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും കളിച്ച ടീമിന്റെ ശക്തി പോലും നിലവിൽ ഞങ്ങൾക്കെതിരെ കളിക്കാൻ വരുന്ന ടീമിനില്ല എന്ന് സിക്കന്ദർ റാസ വെറുതെ പറയുന്നതല്ല. അന്ന് സ്ക്വാഡിലുണ്ടായിരുന്ന സഞ്ജു സാംസണും ബൗളിംഗിൽ അർഷദീപ് സിംഗുമൊന്നും സിംബാബ്വെക്കെതിരെയുള്ള സ്ക്വാഡിൽ ഇല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് സിക്കന്ദർ റാസയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത്. എന്നാൽ സിക്കന്ദർ റാസ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട്. ടീമിൽ പുതുതായി ജോയിൻ ചെയ്ത റിങ്കു സിംഗിന്റെ കാര്യം. റിങ്കു സിംഗിന്റെ ഫിനിഷിങ്ങിനെ എങ്ങനെ സിംബാബ്വൻ ബൗളർമാർ അതിജീവിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. കടുത്ത ഭാഷയിൽ തന്നെയാണ് സിക്കന്ദർ റാസയുടെ വെല്ലുവിളികൾ. ഏതു ടീമുകൾക്കും ഇപ്പോൾ വേൾഡ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. ഞങ്ങളുടെ നാട്ടിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടു തന്നെയാണ് ഞങ്ങൾ മടക്കി അയക്കുക എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മറുപടി പറയാൻ ഇന്ത്യൻ ടീം തയ്യാറായിട്ടില്ല. ഇന്ത്യൻ ടീമിന്റെ മൗനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള വാക് പാറ്റുകൾക്കുള്ള മറുപടി കളത്തിൽ കളിച്ചു കാണിക്കാമെന്നുള്ള ഉറച്ച നിലപാടായിരിക്കും ടീം ഇന്ത്യക്ക് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ക്യാപ്റ്റൻ ശ്രേയാസ് അയ്യറിനെ സംബന്ധിച്ച് ഇത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. 2 പരമ്പരകൾ ഒറ്റ മത്സരം പോലും ജയിക്കാൻ കഴിയാതെയാണ് ഇപ്പോൾ സിംബാബ്വെയിലേക്ക് പോയിട്ടുള്ളത്. ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരു പരമ്പരയെങ്കിലും വിജയിക്കണമെങ്കിൽ സിംബാബ്വെക്കെതിരെ 3 മത്സരങ്ങൾ അടങ്ങിയ T20-യിൽ 2 മത്സരമെങ്കിലും വിജയിക്കേണ്ടതുണ്ട്. അതിനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് ശ്രേയാസ് അയ്യരും കൂട്ടരും. ആദ്യ മത്സരത്തിൽ ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.